കണ്ണൂരിൽ വ്യാജ പോക്സോ കേസിൽ അധ്യാപകനെ കുടുക്കിയവർക്കെതിരെ നടപടി വേണമെന്ന അധ്യാപക സംഘടനകൾ. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരിട്ടി പാലാ ഗവൺമെന്റ് സ്കൂൾ അധ്യാപകൻ ഹസനെ കോടതി വെറുതെ വിട്ടിരുന്നു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സംഘടനകളുടെ ആരോപണം. ഒരിക്കലുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ആരോപണം തന്നെയാണ് വിവിധ സംഘടനകളടക്കം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും സുരേഷ്, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അതായത് വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അധ്യാപകനെതിരെ ഇത്തരത്തിലൊരു കേസ് കൊടുക്കുന്നു. ഇതിന് പിന്നിൽ ഇടത് അധ്യാപക സംഘടനയും അതുപോലെ തന്നെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയുമാണെന്ന് മറ്റ് അധ്യാപക സംഘടനകളടക്കം പറയുന്നു. മാത്രമല്ല ഇതിന് ഇരയായിട്ടുള്ള ഈ വ്യക്തിയും അല്ലെങ്കിൽ ഈ അധ്യാപകനും ഇത്തരത്തിലാണ് നമ്മളോട് പറയുന്നത്. അദ്ദേഹത്തിന് തീർച്ചയായും നമ്മളോട് നേരിട്ട് ലൈവിൽ പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് അത്രയ്ക്ക് മാനസിക സംഘർഷമാണ് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പ്രകാരം അദ്ദേഹം ഏകദേശം 30 ദിവസം ജയിലിൽ കടന്നിരുന്നു. മാത്രമല്ല 5 മാസം സസ്പെൻഷനിലുമായി വലിയ രീതിയിലുള്ള ഒരു മാനസിക വിഷമമാണ് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ വിദ്യാലയത്തിൽ അദ്ദേഹം 25 വർഷത്തോളം ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നു. മറ്റൊരു വിധത്തിലുള്ള പ്രശ്നവും ഈ അധ്യാപകനെതിരെ ആരും ചൂണ്ടിക്കാട്ടിയിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം മറ്റൊരു സംഘടനയുടെ നേതാവ് കൂടിയാണ്. അതുകൊണ്ടാണ് ഇടത് അധ്യാപക സംഘടനകളടക്കം കൂടിച്ചേർന്നുകൊണ്ട് കുട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട്, അതായത് നിഷ്കളങ്കരായ കുട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി പോലീസിൽ നൽകുന്നു. അത് പിന്നീട് പോക്സോ കേസായി മാറുന്നു. ആ പോക്സോ കേസിൽ പിന്നെ പോലീസ് നടപടിയെടുക്കുന്നു. ഇയാൾ കുറ്റക്കാരനാണ് കണ്ടെത്തുന്നു. അതിനുശേഷം 2023 മാർച്ചിൽ 19-നാണ് ഇദ്ദേഹത്തെ ഈ രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് ഇദ്ദേഹത്തെ ജയിലിലാക്കുകയും ചെയ്യുന്നത്. 30 ദിവസം ഇദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരുന്നു. പക്ഷേ പിന്നീട് കോടതിയിൽ ഈ കേസ് പോവുകയായിരുന്നു. മട്ടന്നൂർ പോക്സോ കോടതിയിൽ ഈ കേസ് പിന്നീട് പോയി കഴിഞ്ഞപ്പോൾ കുട്ടികൾ തന്നെ ആ കോടതിയുടെ മുൻവശത്ത് നിന്നും അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം തങ്ങൾക്ക് തെറ്റുപറ്റി, പക്ഷേ ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണെന്ന് കുട്ടികൾ അവിടെ ഏറ്റുപറയുകയും കോടതിയോട് പറയുകയും പിന്നീട് ഈ മാഷിന്റെ കാലിൽ വീഴുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ഒരു അധ്യാപകനെ തേജോവധം ചെയ്യുവാൻ വേണ്ടിയായിരുന്നു ഇത്രയും കാലം വധം ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ അധ്യാപക സംഘടനകളുടെയും അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും പോക്ക്. എന്തിനാ തന്നെയും അദ്ദേഹത്തിന് നീതി കിട്ടിയിരിക്കുന്നു. ഒരു വർഷമായി, ഏകദേശം 1 വർഷമാകാൻ പോകുന്നു. 30 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് നീതി കിട്ടുന്നത്. പക്ഷേ അദ്ദേഹത്തോട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കുഴപ്പമില്ല, എൻ്റെ വിദ്യാർത്ഥികളാണ്, അവരെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചതാണ്, അതുകൊണ്ട് വിദ്യാർത്ഥികളോട് തനിക്ക് ദേഷ്യമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു മറുപടിയാണ് നമുക്ക് അധ്യാപകൻ തരുന്നത്. ഈ ഹസൻ എന്ന് പറയുന്ന അധ്യാപകനെതിരെ ഒരു തരത്തിലുള്ള ഒരു കേസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അച്ചടക്ക വിരുദ്ധമായ മറ്റു നടപടികളോ ഇതുവരെയും സ്കൂളിന് എടുക്കേണ്ടി വന്നിട്ടില്ല. ആ ഒരു തരത്തിലുള്ള ഒരു അധ്യാപകനെതിരെയാണ് ഒരു രാഷ്ട്രീയപരമായിട്ട്, ഒരു രാഷ്ട്രീയം വേറെയാണെന്നുള്ള ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്ന രീതിയിൽ ഒരു കേസ് കൊടുക്കുകയും, അതും നമ്മൾ ഓർക്കണം, പോക്സോ കേസാണ്. താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ തൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളാണ്, താൻ ഒരു അധ്യാപകനാണ്, അതുപോലും നോക്കാതെയാണ് ഇത്തരത്തിൽ ഒരു കേസ് ഇടതുപക്ഷത്തിന്റെ അറിവോടെ അല്ലെങ്കിൽ ഇടതുപക്ഷം കൂട്ടുനിന്നുകൊണ്ട് കൊടുത്ത ഒരു കേസെന്ന് ഇവർ തന്നെ പറയുമ്പോൾ, അത്തരത്തിലേക്ക് നീങ്ങുമ്പോൾ എങ്ങനെയാണ് ഈ അധ്യാപകന് സഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ചോദ്യം.